മാന്യരെ, പ്രിയപ്പെട്ടവർ, ഓപ്പറേഷൻ സിന്ദൂർ യുദ്ധതന്ത്രത്തിൽ കൂടി ശത്രുരാജ്യത്തിന് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് നമ്മുടെ സൈന്യവും ഭരണകർത്താക്കളും ലോകത്തിന് തന്നെ മാതൃകയായിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയും ഒരു ശത്രുരാജ്യത്തിനും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ശക്തമായ താക്കീതാണ് കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ നൽകിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ അവരോരോരുത്തരെയും സംരക്ഷിക്കുക എന്നുള്ള ചുമതലയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ കൂടി കേന്ദ്ര ഗവൺമെൻറ് ലോകത്തിന് തന്നെ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ഭാരതത്തിലെ വനിതയുടെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ തീവ്രവാദികൾ ആക്രമിച്ചപ്പോൾ അതിന് ലോകത്തിന് തന്നെ മാതൃകയാവുന്ന തരത്തിൽ യുദ്ധതന്ത്രമാണ് ഭാരതം കൈവരിച്ചിട്ടുള്ളത്. ആ യുദ്ധതന്ത്രത്തിൽ കൂടി തന്നെ ഇന്ത്യ രാജ്യത്തിൻ്റെ ശത്രുവിൻ്റെ സൈന്യബലം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. 2-3 ദിവസത്തിനകം തന്നെ അവർക്ക് ഇന്ത്യയോട് സമരസപ്പെടേണ്ടി വന്നു. ചർച്ചയിൽ കൂടി വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. ആ 8-ാം തീയതി രാത്രി ഞാനന്ന് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരും ഞാനും കൂടി മലേഷ്യയിൽ യാത്രയിലായിരുന്നു. കൊലാലംപൂർ എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് അരമണിക്കൂർ മുമ്പേ പാകിസ്ഥാനിലെ വിമാനത്താവളങ്ങൾ ആക്രമിച്ചിരിക്കുകയാണ്, വ്യോമതാവളങ്ങളൊക്കെ ആക്രമിച്ചിരിക്കുകയാണ്, വിമാനങ്ങളൊക്കെ റദ്ദ് ചെയ്തിരിക്കുന്നു. വാസ്തവത്തിൽ പേടിച്ചുപോയി. 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഫ്ലൈറ്റ് കൊലാലംപൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പുറപ്പെട്ടത്. ഇവിടെ എത്തിയപ്പോഴാണ് യഥാർത്ഥത്തിൽ വസ്തുതകൾ അറിഞ്ഞത്. പാകിസ്ഥാൻ്റെ ഓരോ വിമാനത്താവളവും ഇന്ത്യൻ സൈനികർ തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പാകിസ്ഥാൻ തൊടുത്തുവിട്ട ഡ്രോണുകളോ മിസൈലുകളോ ഒന്നും നിലം പതിച്ചില്ല. അത് ഭാരത യുദ്ധത്തിൽ നേരത്തെ നമ്മൾ കഥാപുസ്തകങ്ങളിലൊക്കെ വായിച്ച മാതിരി ആകാശത്ത് വെച്ച് തന്നെ അത് തരിപ്പണമാക്കിയ തരത്തിലാണ് സൈന്യം ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ വിജയത്തിന് നമുക്ക് കടപ്പാടുള്ളത് നമ്മുടെ രാജ്യത്തെ സൈനികരോടാണ്, ഭരണ നേതൃത്വത്തോടാണ്. നമ്മളൊക്കെ ശാന്തമായി കിടന്നുറങ്ങുമ്പോഴും 24 മണിക്കൂർ നമുക്ക് വേണ്ടി അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന സൈനികരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ആ വിജയത്തിലുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും മാഹി പ്രദേശത്തിലെ നല്ലവരായ ജനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സന്ദേശയാത്ര, തരംഗി യാത്ര തീർച്ചയായിട്ടും വളരെ പ്രശംസനീയമാണ്. എല്ലാവിധ ആശംസകളും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി മാഹി സെൻറ്ററിൻ്റെയും കമ്മ്യൂണിറ്റി കോളേജിൻ്റെയും പേരിൽ അറിയിച്ചുകൊള്ളുന്നു. യൂണിവേഴ്സിറ്റി ഔദ്യോഗികമായിട്ട് തന്നെ 3 ദിവസം മുമ്പേ ഈ സന്ദേശയാത്ര യൂണിവേഴ്സിറ്റിയിൽ സംഘടിപ്പിച്ചാണ്. ഗവർണറും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയൊക്കെ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. മാഹിയിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി നമ്മുടെ സൈനികർക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.